ഹലോ. രണ്ട് സന്യാസിമാർ അവർ തങ്ങളുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു നടക്കുകയായിരുന്നു. ആശ്രമത്തിലേക്കുള്ള വഴിയിൽ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ തീരത്തെത്തിയപ്പോൾ പതിവിലധികം വെള്ളം പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് സന്യാസിമാർ ഒന്ന് വെയിറ്റ് ചെയ്തു. ഈവനിങ്ങിലേക്ക് എത്തി, സൂര്യൻ അസ്തമിച്ചു തുടങ്ങി എന്ന് മനസ്സിലായി. ഇനിയും താമസിക്കേണ്ട എന്ന് വിചാരിച്ച് അവർ പയ്യെ പുഴ കടക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. പുഴ കടക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ ഈ സന്യാസിമാരോട് ഈ പുഴ കടക്കാൻ തന്നെയും ഹെൽപ്പ് ചെയ്യണമേ എന്ന അഭ്യർത്ഥനയോടുകൂടി നിൽക്കുകയാണ്. സന്യാസിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഒരു സന്യാസിയായ താൻ എങ്ങനെ ഈ സ്ത്രീയെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള വിഷമത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു സന്യാസി ഈ സ്ത്രീയെ തൻ്റെ തോളിലെടുത്ത് പുഴ കടക്കാൻ ആരംഭിച്ചു. മറ്റേ സന്യാസി പുറകെ പോയി. ഇവർ രണ്ടുപേരും കൂടി പുഴ കടന്നു. സ്ത്രീയെ പുഴയുടെ മറുഭാഗത്ത് ഇറക്കി വിട്ടു. സ്ത്രീ ആ സന്യാസിമാർക്ക് നന്ദി പറഞ്ഞ് നടന്നു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവർ അവരുടെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. അന്ന് അത്താഴത്തിന് ആശ്രമത്തിൽ ഒന്നിച്ചിരിക്കുമ്പോൾ പുറകെ വന്നിരുന്ന സന്യാസി തോളിൽ ഒരു സ്ത്രീയെ എടുത്ത് കടന്നുപോയ ആ സന്യാസിയോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല. നിങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീയെ തോളിലെടുത്തുകൊണ്ട് നടക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളൊരു സന്യാസിയാണെന്ന് ഓർക്കണമായിരുന്നു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ സന്യാസി ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ ആ സ്ത്രീയെ പുഴയുടെ അക്കരെ ഇറക്കി വിട്ടല്ലോ. നിങ്ങളിപ്പോഴും ആ സ്ത്രീയെ തലയിൽ എടുത്തുകൊണ്ട് നടക്കുകയാണോ എന്ന്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ അങ്ങനെയാണ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്തെ ചില ശരികൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യാറുണ്ട്. എന്നാൽ വേറെ ചില കൂട്ടരുണ്ട്, എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി അവരുടെ ശരികേടുകളെ മനസ്സിലാക്കി അതിനെ വിമർശിച്ച് അവർ മുന്നോട്ട് പോകും. അവരൊരിക്കലും ലൈഫിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനോ ശ്രദ്ധിക്കാറില്ല. ഒരു നെഗറ്റീവ് ആസ്പെക്ട്സുകളെ മാത്രമേ അവരെപ്പോഴും കാണാറുള്ളൂ. നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് എന്ന് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാവും. നമ്മൾ ആ നന്മകളെ മനസ്സിലാക്കി ആ സമയത്ത് ചെയ്യേണ്ട നന്മകൾ ചെയ്തു പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ള ഒരു സന്തോഷവും സമാധാനവും ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യും. താങ്ക് യു.